ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1665. ഇന്ന് ജൂലൈ മാസം 22-ാം തീയതി 204-ാമത്തെ ദിവസത്തിലെത്തി. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു നേതാവാകാനായിട്ട്, ആർക്കെങ്കിലും എന്തിനെങ്കിലുമൊക്കെ നേതൃത്വം കൊടുക്കാനായിട്ട്. പക്ഷേ ഓരോരുത്തരും ഇങ്ങനെ ആഗ്രഹിക്കുമ്പോഴും അതിനുവേണ്ടി എന്തുമാത്രം സമർപ്പണം ചെയ്യുന്നുണ്ട്, എന്തുമാത്രം ത്യാഗത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, സ്വയം അതിന് എന്തുമാത്രം ഒരുങ്ങുന്നുണ്ട്, ഒരുക്കങ്ങളിലൂടെ അവനവനെ കടത്തിവിടുന്നുണ്ട്. എളുപ്പ വഴികളിലൂടെ നേതാവാകാനും നേതൃത്വത്തിലേക്ക് എത്താനുമാണ്. അത് മതമായാലും രാഷ്ട്രീയമായാലും ഏത് മേഖലകളായാലും കൂടുതൽ ആളുകളും പരിശ്രമിക്കുന്നത്. പഴയ നിയമത്തിൽ മോശയെന്ന് ഉറ്റുനോക്കിയാൽ, ഇങ്ങനെ കൊട്ടാരവാസിയായിരുന്ന മോശയുടെ കാലം ഒന്ന് ഓർത്തെടുത്താൽ, മോശ ഇങ്ങനെ ഒരു കുറുക്കു വഴികളിലൂടെ, സ്വയം ആസൂത്രണം ചെയ്ത ചില വഴികളിലൂടെയൊക്കെ നേതൃത്വത്തിലേക്ക് വരാനായിട്ട് എന്തുമാത്രം താല്പര്യത്തോടുകൂടി ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം എത്ര ഭീകരമായ അവസ്ഥയിലാണ് പരാജയപ്പെട്ടത്. സ്വയത്തിലുള്ള അമിതാശ്രയം ഏതൊരാളെയും കൊണ്ടെത്തിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അമിത ആവേശം അപകടം വിളിച്ചു വരുത്തും. മോശ പരാജിതനാവുന്നു. എബ്രായലേഖനം 11-ാം അധ്യായത്തില് പിന്നീട് മോശയെക്കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക സുഖത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടത അനുഭവിക്കുന്നത് നല്ലതാണെന്ന് കണ്ട് തിരഞ്ഞെടുത്തു എന്നാണ് എബ്രായലേഖനകർത്താവ് പറയുന്നത്. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. കുറുക്കുവഴികളിലൂടെയുള്ള നേതൃത്വ പാത ശാശ്വതമല്ലെന്ന് മോശയെ പതിയെ ദൈവം പഠിപ്പിക്കുകയായിരുന്നു. നമ്മളാവട്ടെ അതിതുവരെയും പഠിച്ചിട്ടില്ല. ഒരു വലിയ ഞെടുക്കത്തിൽ കൂടിയാണ് ദൈവകൃപയുടെ ആദ്യപാഠങ്ങൾ പഠിക്കാൻ മോശ പരിശീലനം തേടുന്നത്. ദീർഘനാളുകള് അനുസരണത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാൻ, ആടിന്റെ കൂടെയുള്ള വാസം തിരഞ്ഞെടുക്കുവാൻ മോശ നിർബന്ധിതനായി. നമുക്കിഷ്ടമില്ലാത്ത ചില വഴികളിലൂടെ നമ്മെ ദൈവം ചിലതൊക്കെ അഭ്യസിപ്പിക്കുന്നുണ്ട്. ദൈവം നമ്മിൽ തൽപരനായിരിക്കുന്നുവെന്ന് നാം അറിയുന്നത് എപ്പോഴാണ്? അനുസരണയോടെ ദൈവഹിതത്തിന് സ്വയം കീഴ്പ്പെടുവാൻ സമ്മതിക്കുമ്പോൾ മാത്രമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതാണ് ദൈവ പരിജ്ഞാനം. ദൈവത്തെ അറിയുന്നതും ദൈവം തിരിച്ച് അറിയുന്നതും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ മാത്രമാണ് ദൈവം നമ്മില് വ്യാപൃതനാകുന്നത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. ആമേൻ.